ഏത്തയ്ക്കാപ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും ഇതിൽ നന്നായിട്ട് ഞാനുണ്ടാക്കും, പിന്നെ ഇതെന്തോന്ന്. സമ്മതിക്കുന്നു. എന്നാലും ഇതൊരു ചെറിയ വീഡിയോയോ, ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നെപ്പോലെ നിങ്ങൾക്കും നന്നായി പഴുത്ത ഏത്തയ്ക്ക വെച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ ഇഷ്ടം, നല്ല കറുത്ത ഏത്തയ്ക്ക വെച്ച്. ഓക്കെ, ഇവിടെ ഞാൻ 3:1 എന്ന റേഷ്യോയിൽ മൈദയും അരിപ്പൊടിയുമായി എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയുടെ 3 ഇരട്ടി മൈദ. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, അതൊരു നല്ല സോഫ്റ്റ്നെസ് തരും. 2 ടേബിൾ സ്പൂൺ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ ഞാനിവിടെ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, സോഡ വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രൈറ്റ് ഉപയോഗിക്കാം. നമ്മൾ ഈ ഫിഷ് ആൻഡ് ചിപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ബിയർ ഉപയോഗിക്കത്തില്ലേ, അതിനെ ഞാനൊന്ന് മാറ്റി പിടിച്ച് വെറും സോഡ മാത്രമാക്കിയതാണ്. ബിയർ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ സോഡ വാട്ടർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും സോഡ വാട്ടറും സ്പ്രൈറ്റും ഇല്ലെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടി ഇട്ടാലും മതി. ഇതാ വിരൽ മുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. പിന്നെ ആവശ്യത്തിനുള്ള എള്ളും ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞളിട്ടത് അത് റെക്കോർഡായില്ല. ഒരു ഇച്ചിരി മഞ്ഞളും കൂടെ, ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ട്, അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ഒരു മഞ്ഞ കളറ് കാണിക്കുന്നത്. ഇനി അടുത്തിറങ്ങിയവർക്കറിയാം, മമ്മി മരിച്ച പിന്നെ ഞാനൊരു ഇച്ചിരി പുറകോട്ട് വലിഞ്ഞാണ് നിൽക്കുന്നത്. കുക്കിംഗ് ഈസ് എ തെറപ്പി ഫോർ മീ. ഫോർ ദ ടൈം ബീയിങ് ഇറ്റ് ഹെൽപ്സ് മീ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൗണ്ട് ഒന്ന് കേട്ട് നോക്കി. ആ സോഡ വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആ ക്രഞ്ചി സൗണ്ട് കണ്ടോ. അപ്പം ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.